ബിഗ് ബോസ് ഇത്രയും തരംതാണ് കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ബിഗ് ബോസിൽ ഓൾറെഡി നടക്കുന്ന പാർഷ്യാലിറ്റിയും ഫേവറിറ്റ്സും ആണ്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഗബ്രിക്കും ജാസ്മിനും ഈ പറയുന്ന നോറ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ബിഗ് ബോസ് ചെയ്യുന്ന ഫേവറിറ്റ്സും കുറച്ച് പാർഷ്യാലിറ്റിയും കുറേ കാണിക്കുന്നത് നമ്മൾ തുടക്കം തൊട്ടേ ബിഗ് ബോസ് സീസൺ 6 തൊട്ട് കാണുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇപ്പോൾ ഗബ്രീനെ പവർ ടീമിലോട്ട് എടുത്തിരിക്കുകയാണ്. അത് ബിഗ് ബോസിൻ്റെ കറക്റ്റ് പ്ലാനാണ്. പ്ലാൻ പ്രകാരം മാത്രം നടന്ന സംഭവമാണ്. കാരണം ബിഗ് ബോസ് ടീമിലുള്ള ആരോടെങ്കിലും സെലക്ട് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ അവരൊരിക്കലും ഗബ്രീനെ സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നീട് ഇവരിൽ ആർക്കൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ച് അതിൽ വന്ന 3-4 പേരിൽ നിന്ന് അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു. അതും മെമ്മറി ബേസ്ഡ് ഒരു ടാസ്ക്കാണ്. ഒരു മെമ്മറി ബേസ് ഒരു കഥ പോലെ സംഭവം പറയുന്നു. അതിൽ നിന്ന് ആദ്യം ചോദ്യം ചോദിക്കാൻ വിളിക്കുന്നത് ഗബ്രീനെയാണ്. നോർമലി അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം, ഒരു കാര്യം പറഞ്ഞ് അപ്പം തന്നെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് റിറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഗബ്രീനെ വിളിച്ചതും ഗബ്രി ആ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നുണ്ട്. പിന്നെ വിളിക്കുന്നവർ ഓരോന്നായിട്ട് മറന്നു. കാരണം അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയായിരുന്നു ബിഗ് ബോസിന് വേണ്ടതും. കാരണം ഗബ്രീനെ സേഫാക്കി ബിഗ് ബോസിൽ വെക്കണം. എന്നാലാണ് ഗബ്രി ജാസ്മിൻ കണ്ടൻറ്റും ഈ പറഞ്ഞ കെട്ടിപ്പിടുത്തവും ബാക്കിയുള്ള സംഭവങ്ങളും ഉമ്മ വയ്ക്കലും കടിക്കലും ഇതൊക്കെ ഷൂട്ട് ചെയ്ത് റേറ്റിംഗ് കൂട്ടാനും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിക്കും ആർക്കെങ്കിലും ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് വിന്നറാക്കാനും പറ്റുള്ളൂ. കാരണം അത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറായ സിബിനെ പവർ ടീമിൽ നിന്ന് ആൾ ചെയ്ത തെറ്റിന് പുറത്താക്കി. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എന്നിട്ടും അപ്പുറം ദത്തേട് കാണിച്ച് നടക്കുന്ന പലരെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗബ്രീനെ പവർ ടീമിലോട്ട് എടുത്തിരിക്കുന്ന ബിഗ് ബോസിൻ്റെ പ്ലാനാണ്, ബിഗ് ബോസിൻ്റെ ഫേവറേഴ്സാണ്, പാർഷ്യാലിറ്റിയാണ്. ഇതിൽ ഒരു ഡൗട്ടും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇത്രയും നാണം കെട്ട പരിപാടിയാണ്.